സോ ഗൈസ്, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസ് എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നാണ് നമ്മുടെ എമ്പുരാൻ ഇറങ്ങുന്ന ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ 10:10 ഷോ. നമ്മുടെ കൊച്ചി സിനിപോളിസിലാണ് ടിക്കറ്റ് കിട്ടിയത്. ഇന്ന് തന്നെ ഈ സിനിമ കാണണമെന്ന് ഞാൻ പണ്ടേ തന്നെ ഉറപ്പിച്ചായിരുന്നു. ഇന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ പോടിയിലും കാണാം എന്നായിരുന്നു വിചാരം. കാരണം ഈ റിവ്യൂ അറിയുന്നതിന് മുൻപൊക്കെ നമ്മൾ ഈ പടം കാണുന്നതാണല്ലോ നമ്മുടെ ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലും ഒരു സിനിമാ പ്രേമി എന്ന രീതിയിലും എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു മൂവി ആയിരുന്നു അത്. ഓവർ ഹൈപ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ലൊരു പടമായിരിക്കും. പൃഥ്വിരാജ് നല്ല രീതിയിൽ തന്നെ ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിനോടൊക്കെ ഏറെ നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണാം. അങ്ങനെ സിനിമ കഴിഞ്ഞ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. സിനിമ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ സെൻട്രൽ സ്ക്വയറൊക്കെ ഒന്ന് പോയി കണ്ടു. അതിനുശേഷം ഞങ്ങൾ താലിയിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. അതിനുശേഷം അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പനമ്പിള്ളി നഗറിൽ പോയി. കുറേ നാൾക്ക് ശേഷമാണല്ലോ ലീവൊക്കെ എടുത്തിരിക്കുന്നത്. സോ ലീവ് എടുത്തുകൊണ്ട് തന്നെ പനമ്പിള്ളി നഗറിൽ പോയിട്ട് കുറച്ച് നേരം കാറ്റ് കൊണ്ടിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവരാരൊക്കെയോ സംസാരിച്ചു. ഞങ്ങളും അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് സംസാരിച്ച് കുറച്ച് നേരം പനമ്പിള്ളി നഗറൊക്കെ ചുറ്റിക്കണ്ടു. അതിനുശേഷം പിന്നെ ഐസ്ക്രീം കഴിക്കാൻ തോന്നി. അങ്ങനെ പോയി ഐസ്ക്രീം കഴിച്ചു. പിന്നെ പോയിട്ട് കേക്ക് കഴിക്കാൻ തോന്നി, കേക്ക് കഴിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചായയും കുടിച്ചു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ഈ എമ്പുരാൻ ഡേ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓണം വിഷുവൊക്കെ പോലെ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളും സെലിബ്രേറ്റ് ചെയ്തൊരു ദിവസമായിരുന്നു ഈ എമ്പുരാൻ ഡേ. എമ്പുരാൻ്റെ 3-ാം ഭാഗത്തിന്, അതായത് L3 വേണ്ടിയാണ് ഇനി കാത്തിരിപ്പ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഇന്നത്തെ ഈ ഫിലിമിലുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷം, ഹാപ്പിനെസ്, ടാറ്റ.